നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്ന് ഞങ്ങൾ കളത്തിലിറങ്ങിയത് ഭയത്തോടെയായിരുന്നു. ആശങ്കയുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുക എന്ന് പറഞ്ഞ സംഗതി. 2022 വേൾഡ് കപ്പിനെ കുറിച്ച് ലയണൽ മെസ്സി ഇപ്പോൾ പറയുകയാണ്. ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. MDA പോഡ്കാസ്റ്റ് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, മെക്സിക്കോക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഭയത്തോടെയാണ് ഇറങ്ങിയത്, ആശങ്കയോടെ. പക്ഷേ തൻ്റെ ഗോള് വന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നു. മെക്സിക്കോക്കെതിരെയുള്ള ആ ഗോളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ആ ഗെയിമിലേക്ക് പോയത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, വിത്ത് ഫിയർ, പേടിയോടെയായിരുന്നു. കാരണം സബ് കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുകയാണ്, ഈ വേൾഡ് കപ്പ് വരെ എത്തിയ നമ്മുടെ പ്രോസസ്സും ബുദ്ധിമുട്ടും ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് എന്ന്. എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് പുറത്താകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയായിരിക്കും. എഗെയിൻസ്റ്റ് മെക്സിക്കോ ഒരു ഫൈറ്റ് പുറത്തെടുക്കുന്ന ടീമാണ് അവർക്കെതിരെയാണ് കളിക്കേണ്ടി വരുന്നത്. പക്ഷേ എൻ്റെ ആ ഗോളിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു തോന്നലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ആശ്വസിച്ചു. എല്ലാവർക്കും അതൊരു റിലീഫായിരുന്നു. ദെൻ ഞങ്ങൾ എന്താണോ അതിലേക്ക് ഞങ്ങൾ തിരികെ പോയി. ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പിക്ചർ ആകെ മാറിപ്പോയി. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം ഗ്രൂപ്പിൽ ഞങ്ങളത് സംസാരിച്ചു. കാരണം ഈ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് 36 മത്സരങ്ങളുടെ അൺബീറ്റൻ സ്ട്രീക്ക്, അതൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ ഒരു ഫ്രീ കിക്ക് വന്നു. ഡിബു മാർട്ടിനസ് അത് പിടിച്ചെടുത്തു. അത് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റാതെ ഗോളായി മാറിയിരുന്നെങ്കിലോ ഞങ്ങളാകെ ബുദ്ധിമുട്ടി പോയേനെ. ഇത് ഒരു ടീം എന്ന നിലയിൽ വേൾഡ് കപ്പിൽ പലപ്പോഴും ഞങ്ങൾ കൂടുതൽ കരുത്തുറ്റ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി. ഞങ്ങൾ വീണു പോകേണ്ട ഒരു 500 സിറ്റുവേഷനുകളെങ്കിലും ഉണ്ടായി എന്ന് ഞാൻ പറയും. കാരണം ഹോളണ്ടിനെതിരെയുള്ള മത്സരം, ഹോളണ്ട് ഈക്വലൈസ് ചെയ്തത്, ഫ്രാൻസിനെതിരെ ഫൈനലിൽ ഫ്രാൻസ് ഈക്വലൈസ് ചെയ്ത സന്ദർഭങ്ങൾ, അതൊക്കെ ഹെവി ബ്ലോസ് ആയിരുന്നു. പക്ഷെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ ലയണൽ മെസ്സി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്, മെക്സിക്കോക്കാർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് വലിയ പ്രശ്നമാണല്ലോ, എന്താ അതിൻ്റെ കാരണം, എന്താ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് പുറകിൽ ഒരു കാരണമുണ്ട്. അതായത് കാനലോ എന്ന് പറയുന്ന ഒരു മെക്സിക്കക്കാരനായിട്ടുള്ള ബോക്സർ ലയണൽ മെസ്സിയെ വെല്ലുവിളിച്ചിരുന്നു. മെക്സിക്കൻ പതാക കൊണ്ട് തറ തുടക്കുന്നത് കണ്ടോ, എൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് മെസ്സിയെക്കുറിച്ച് പറഞ്ഞത്. അത് 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജൻറ്റീന 2-0 മെക്സിക്കോയെ തോൽപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഡ്രസ്സിംഗ് റൂമിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നു. മെക്സിക്കോയുടെ ഒരു ഷർട്ട്, ജേഴ്സി അവിടെ ഡ്രസ്സിംഗ് റൂമിൽ കിടക്കുന്നു. അപ്പോൾ മെസ്സി തൻ്റെ ബൂട്ട് അഴിക്കുമ്പോൾ കാല് അതിൽ തട്ടുന്നത് കാണാമായിരുന്നു. അതായത് ആ ജേഴ്സി ചവിട്ടുന്ന പോലെ കാണാമായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു ദേഷ്യം വന്ന് കനാലൊക്കെ വന്നത്. അത് മെക്സിക്കൻ ക്യാപ്റ്റൻ മാർക്കേസ് ഗൊഡോയുടെ ഒരു ജേഴ്സിയാണത്. മെസ്സിയും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ജേഴ്സി കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജേഴ്സി മെസ്സി നിലത്തിട്ട് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബോക്സർ കനാലോ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ മെസ്സി അതിനെക്കുറിച്ചും പോഡ്കാസ്റ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മെക്സിക്കോക്കാർക്ക് എന്നോടുള്ള ദേഷ്യം തുടങ്ങിയത് അവിടെ നിന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നുമില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു കളിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ സംഭവിക്കുന്ന സാധാരണ ഒരു കാര്യം മാത്രമായിരുന്നു അത്. ഫുട്ബോൾ കളിക്കുന്ന ആർക്കും അതൊരു സാധാരണ കാര്യമാണെന്നറിയാം. ഞങ്ങൾ കളി കഴിഞ്ഞ ഉടനെ ജേഴ്സി കൈമാറുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞാൻ വാങ്ങിയ ജേഴ്സി ഗൊഡാഡോയുടേതാണെന്ന് തോന്നുന്നു. വിയർപ്പുള്ളത് കൊണ്ട് ജേഴ്സി ഊരി അവിടെ ഇടും. നമ്മുടെ ജേഴ്സി ഇടുന്ന പോലെ തന്നെ അതും ഇടും. ഞാനും എൻ്റെ ജേഴ്സി ഊരി അവിടെ നിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഞാൻ ഇടാറുള്ളത്. അത് ഏറ്റവും സ്വാഭാവികമായ കാര്യമാണ്. നടന്നതിനേക്കാൾ വലിയ രീതിയിലാണ് വിഷയം പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. സംഭവം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടതാണ്. പല ലോകകപ്പുകളിലും നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി വന്നതിൻ്റെ ദേഷ്യം കൂടി ഇതിന് പിന്നിൽ മെക്സിക്കോക്കാർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. മെക്സിക്കോയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ എനിക്ക് അവരുമായിട്ടൊരു പ്രശ്നവുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. പലപ്പോഴും പാറ്റോണിനോട് ഞാൻ മെക്സിക്കൻ ലീഗിനെക്കുറിച്ച്, മെക്സിക്കോക്കാരെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. എനിക്കൊരിക്കലും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഞാൻ മെക്സിക്കൻ ഫുട്ബോളിൽ കാണാറുണ്ടെന്ന കാര്യം ഈയിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ എല്ലാ ഫുട്ബോൾ മത്സരങ്ങളും കാണാറുണ്ട് എന്നുകൂടി ലയണൽ മെസ്സി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.